യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. അപ്പം നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പം സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്ലെങ്കിൽ പരാമർശാപത്തനർത്ഥം എന്തൊക്കെയും കർത്താവ് വിടുവിച്ച ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ഫേസ്ബുക്കിൽ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവായി ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുതന്ന വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവോ നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ മാത്രമായിരിക്കുക. നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ 9 മാസക്കാലം ദൈവം കാത്തു പരിപാലിച്ചു. പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നെങ്കിൽ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിടുതലുകൾ പ്രാപിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി നിറവേറ്റി തരേണ്ടതിനായിട്ട് ജാഗരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. കാത്തിരിക്കുന്നവർ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന സമയമത്രേ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ 9 മാസക്കാലം നാം ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് കാണും. ചില വാഗ്ദത്തങ്ങൾ ഗർഭം ധരിച്ച അനുഭവത്തിലായിരുന്നു കാണും. വേദനകൾ ഉണ്ടായിക്കാണും, പ്രയാസങ്ങൾ ഉണ്ടായിക്കാണും. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 10ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ഒരു മാസമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞ, നിങ്ങളുടെ തലമുറയോട് പറഞ്ഞ, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ ചില ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. നിങ്ങളത് അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണ് കൊണ്ട് അത് കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ലോകം പറഞ്ഞു കാണുമായിരിക്കാം, ഇനി നിങ്ങളുടെ മേൽ കിടക്കുന്നതെന്ന് നിറവേറാൻ പോകുന്നില്ല, നിങ്ങൾക്കത് കാണാൻ കഴിയത്തില്ല, നിങ്ങളത് അനുഭവിക്കത്തില്ല എന്ന് ലോകം നിങ്ങളെ നോക്കി പറഞ്ഞു കാണാം. നിങ്ങളെ സാഹചര്യം നിങ്ങളെ നോക്കി പറഞ്ഞു കാണുമായിരിക്കാം, ആ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറത്തില്ല എന്ന ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ 10ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് കൈമാറാനായിട്ടുള്ളത്, കാത്തിരിക്കുന്ന ദൈവ പൈതൽ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, കാത്തിരിക്കുന്നവർ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന സമയമത്രേ. ദൈവം നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി, ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്ന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അത് നിങ്ങൾ പ്രാപിക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുടെ സമയമത്രേ, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണ സമയമത്രേ. ഹല്ലേലൂയ. അതിനുവേണ്ടി ജാഗരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ അത് നിറവേറി വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 25ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇവിടെ ശിമ്യോൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ മനുഷ്യനെ പറ്റി അവിടെ പറയുന്നു. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരു കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാത്തിരുന്ന ഹല്ലേലൂയ ശിമോന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ചെയ്ത വിടുതന്നെ, അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയല്ല
മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അവന് അരുളപ്പാടുണ്ടായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് ശിമ്യോന് സ്തോത്രം അരുളപ്പാടുണ്ടായിരുന്നു എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. നാമും ചിലപ്പോൾ ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങൾ കാത്തിരുന്ന കാലങ്ങൾ കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഇത് കാണാൻ കഴിയുമോ? എൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ അനുഭവിക്കുവാൻ കഴിയുമോ? എന്തെങ്കിലും ഒന്ന് നിറവേറി വരുമോ? ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിനകത്തും സ്വാഭാവികമായി കടന്നു വരുന്ന ചില ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നീ കാണുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ചിലത് കാണത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിങ്ങളോട് ചില ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം കൈമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് അനുഭവിക്കുവാനായിട്ട് ഇടയത്തീരുക, നിങ്ങൾ തന്നെ അത് കാണുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഈ പകൽക്കാലം വിളിച്ചു പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ചില നിരാശയുടെ മേഖലകൾ ഇനി എന്നാ കാണുവാൻ, എന്നാ ജീവിതത്തിൽ ഇത് നിറവേറാൻ പോകുന്നത്, എന്നാ ഇതെനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന ചോദ്യങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് പറയുക, എന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ കാണും, ഞാൻ അത് അനുഭവിക്കുമെന്ന് പറയുക. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താ ദേവാലയത്തിലേക്ക് ചെന്നു. യേശു എന്ന ദൈവ പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ട് ചെന്ന സമയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ സമയത്ത് ശിമ്യോൻ ഹന്നയുടെ സ്തുതിയും കേട്ടിട്ട് അവളെ കാണാൻ സാധിക്കുന്നു. അവനെ കയ്യിലേന്തി അവനെ പുകഴ്ത്തി അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലും നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായവൻ നീ സകല ജാതിയുടെ മുമ്പിൽ ഒരുക്കിയിരുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാ ശിമ്യോനോട് എന്താ പറഞ്ഞത്? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന്. എന്നാൽ സ്തോത്രം 32-ാം വാക്യത്തിൽ വന്നപ്പോൾ കാണുവാൻ സാധിക്കുന്നു, എന്റെ കണ്ണു കണ്ടുവല്ലോ. അങ്ങനെ നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, നീ കാത്തിരുന്നത് വ്രതമല്ല. നീ കാത്തിരുന്നപ്പോ ഒത്തിരി വേദനകൾ ഉണ്ടായി കാണാം, പ്രയാസങ്ങൾ കടന്നു വന്ന് കാണാം, പല ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വന്ന് കാണാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കണ്ണുകൊണ്ട് ചിലത് കാണാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് ചില വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാൻ പോകുന്നത് നീ അതിനെ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തത്തക്ക രീതിയിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തി തരുന്ന സമയമത്രേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തലമുറയ്ക്ക് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ കാണുമായിരിക്കാം, നിന്റെ കുടുംബത്തിന്മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ കാണുമായിരിക്കാം. ഇതൊക്കെ ഇനി നടക്കുമോ കർത്താവേ എന്ന് ചോദിക്കുമ്പോ, ഒരു സൈഡിൽ ലോകം നിന്നെ നിന്ദിക്കുമ്പോ, ലോകം പരിഹസിക്കുമ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ദൈവ പൈതലേ, നിന്റെ കരത്തിൽ അതിനെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഹല്ലേലൂയ ചില തലമുറയുടെ വിഷയത്തിന് ത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ പറയുന്നു. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ തലമുറമേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അതിനെ കാണുവാൻ നിന്റെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രുമണ്ഡലം വെല്ലുവിളിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, നിന്റെ തലമുറകളുടെ നന്മകൾ നിന്റെ കരത്തിൽ എടുത്തു വച്ച് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവിക പ്രവൃത്തിയുടെ ഇടപെടലുകൾ, ഒരു ദൈവിക പ്രവൃത്തികൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാ നമ്മുടെ കൂടാരങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുത്തുന്ന സമയമത്രേ. ഹല്ലേലൂയ. ആരൊക്കെ പറഞ്ഞില്ലേ, തലമുറയുടെ നന്മകൾ കാണാൻ കഴിയത്തില്ല, ഹല്ലേലൂയ അടുത്തൊരു ജനറേഷനെ കാണാൻ കഴിയത്തില്ല.
അടുത്ത ജനറേഷനിലേക്ക് കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണിൽ കാണാൻ കഴിയത്തില്ല, നിനക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോഴും നീ ഒരു പൊട്ടനെ പോലെ, ഒരു പോസ്റ്റനെ പോലെ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് ഈ പകൽക്കാലം പറയാൻ ഉള്ളത്, നീ ചിലത് കാണാൻ പോകുക. നിന്റെ കരത്തിലെടുത്ത് ചിലതിനെ ഹല്ലേലൂയ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ എന്റെ സ്വർഗ്ഗത്തിന്റെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. നിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്ന സമയമത്രേ ഇത്. കാത്തിരിപ്പിന്റെ സമയമല്ല, പ്രാപിപ്പാനുള്ള സമയമെന്ന് പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം ഇടപെടുകയാ. സ്തോത്രം. കാത്തിരുന്നപ്പോ ഹല്ലേലൂയ ഒത്തിരി ഭാരമുണ്ടായി കാണും, ചോദ്യങ്ങൾ കടന്നു വരും, നിന്ദകൾ കടന്നു വരും. ഹല്ലേലൂയ. പക്ഷെ മടിക്കാതെ വണ്ണം ദൈവസ്വൻ നിന്ന് കാത്തിരുന്ന ദൈവ പൈതലേ, നീ ചിലത് കാണും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. ദൈവം നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ചിലതുണ്ട്, അത് നിന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിരാശകൾ വിട്ടുകളഞ്ഞിട്ട് പറയുക, ദൈവം എനിക്കായി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്റെ തലമുറയ്ക്കായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനായി എനിക്ക് ഹല്ലേലൂയ അരുളപ്പാട് ലഭിച്ചിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് എന്നോട് ഇടപെട്ടത്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ദൈവിക വാഗ്ദത്തത്തിനായി ഞാൻ കാത്തിരിക്കുമ്പോ അത് ഞാൻ കാണും. ഹല്ലേലൂയ. അത് എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുമെന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ശിമോന്റെ ജീവിതത്തിനകത്ത് കാത്തിരുന്നതിന്റെ മറുപടി ദൈവം കൊടുത്തു മാനിച്ചു. കാണുവാനിടയായി. ആ കരങ്ങൾ എടുത്ത് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അവന്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്ക. കഴിഞ്ഞ 9 മാസമായിട്ട് നീ ചില വാഗ്ദത്തങ്ങൾക്ക് കാത്തിരുന്നില്ലേ, അത് നിന്റെ കയ്യിൽ കർത്താവ് തരാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. സ്തോത്രം. നീ അത് അനുഭവിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ യേശു കർത്താവ് ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ കടന്നു വരുമ്പോ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു കാത്തിരിപ്പ്, ഒരു ദൈവിക വാഗ്ദത്തത്തിനായി ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ട ദൈവിക വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പിനെ പറ്റി യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാ. അങ്ങനെ ഈ നമ്മോടും കർത്താവ് പറഞ്ഞില്ലേ, ചില സാഹചര്യങ്ങൾ കാത്തിരിക്കേ. നിന്നോട് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു കാണും കാത്തിരിക്കാൻ. കണ്ടേ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശിഷ്യന്മാർ കാത്തിരിക്കുവാൻ തയ്യാറായി. യേശു കർത്താവ് പറഞ്ഞതുപോലെ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. കാത്തിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവരുടെ മേൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പതിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതിനു വേണ്ടി നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നാം നിശ്ചയിക്കുന്ന സമയത്തായിരിക്കില്ല നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ദൈവം നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ കാത്തിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ തക്ക സമയത്ത് നീ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ, നീ കാത്തിരുന്ന വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നിന്റെ മേൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ അപ്പോസ്തലന്മാർ കാത്തിരിക്കുക. സ്തോത്രം. കേട്ട ദൈവിക ശബ്ദത്തിനായി, ദൈവിക വാഗ്ദത്തത്തിനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരമുണ്ടായിരിക്കാം. കാത്തിരിപ്പ് നമുക്ക് ഹല്ലേലൂയ ഭയങ്കര വേദനിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം.
പക്ഷെ കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നോട് ഒരു കാര്യത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ് മേഖലയിൽ ഒരു നന്മ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് കാത്തിരിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആ കാത്തിരിപ്പിന്റെ ടൈം കഴിയുമ്പോ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ചില അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിരും. കാത്തിരിക്കുന്നവൻ ഹല്ലേലൂയ സാധാരണ ഒന്ന് പ്രാപിച്ചു മടങ്ങിയല്ല, അസാധാരണമായ ചിലത് ഹല്ലേലൂയ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അത് പ്രാപിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന ഒരു കാലഘട്ടം അത്രേ സ്തോത്രം ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ 9 മാസക്കാലവും നിങ്ങൾ കേട്ട ചില വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ ചില വാഗ്ദത്തങ്ങൾ ഗർഭം ധരിച്ച് കാണുമായിരിക്കാം. ഈ 10ാം മാസത്തിൽ നിങ്ങൾ കാലെടുത്ത് വച്ചിരിക്കുമ്പോ ഇനി അത് പുറത്തു വരുന്ന സമയമത്രേ. ഹല്ലേലൂയ. അതിന് പുറത്തു വരുവാൻ ദൈവം കണ്ട ഒരു സമയമത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ പൊട്ടി പുറത്തു വരും. ഹല്ലേലൂയ. ഇത്രയും നാൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ മൂടി വെച്ച് ശത്രുമണ്ഡലം കാണുമായിരിക്കാം. അതിനെ പുറലോകത്തേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ട് ഹല്ലേലൂയ അവസരം തരത്തില്ല എന്നും പറഞ്ഞ് ശത്രു വാദിച്ച മണ്ഡലങ്ങൾ കാണുമായിരിക്കാം. എന്താ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ വാദിച്ച മണ്ഡലത്തിന്റെ ടൈം കഴിഞ്ഞു. ഇനി നിന്റെ മേൽ കിടന്ന വാഗ്ദത്തങ്ങൾ പുറത്തു പൊട്ടി വരുന്ന സമയമത്രേ. യേശുവിന്റെ നാമത്തെ ഇനി നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ തടഞ്ഞു വയ്ക്കുക ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ പുറത്തു വരുവാൻ വെമ്പൽ കൊള്ളുന്ന സമയമത്രേ. അത് പുറത്തു വരും. ഹല്ലേലൂയ. ചില മറകൾ മാറ്റി പുറത്തു വരിക, ചില ബൗണ്ടറികൾ മാറ്റി പുറത്തു വരിക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പല കാരണങ്ങൾ പറഞ്ഞ് നിന്റെ വാഗ്ദത്തങ്ങളെ മൂടി വച്ച് കാണാം, ഒതുക്കി വച്ച് കാണാം, നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ അനുഭവിപ്പിക്കാൻ ഇടയാക്കത്തില്ലെന്ന് പറഞ്ഞ് ശത്രു പ്രവർത്തിച്ച മണ്ഡലങ്ങൾ കാണുമായിരിക്കാം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിൽ നിന്ന് നീ പുറത്തു വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ കാത്തിരുന്നില്ലേ? ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പാകെ, ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ കാത്തിരുന്നില്ലേ? നിന്റെ മേൽ കടക്കുന്നത് വലിയ വാഗ്ദത്തങ്ങളാ, സാധാരണയുള്ളതല്ല. അസാധാരണമായ ചില വാഗ്ദത്തങ്ങളാണ് നിന്റെ മേൽ കിടക്കുന്നത്. അത് പുറത്തു വരുന്ന സമയമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കാത്തിരിക്കുന്നവൻ ഒരുത്തനെ ലജ്ജിപ്പിക്കാത്ത ദൈവം. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുവാനായിട്ട് ഇടയായിത്തീരും. കാത്തിരുന്ന് നിന്റെ മേൽ ചിലത് പകർന്നിട്ടുണ്ട്, അതുമായി നീ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അപ്പോസ്തലന്മാരുടെ മേൽ ഹല്ലേലൂയ ആ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ അവര് ഒതുക്കി വച്ച മേഖലയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാത്തിരിപ്പിനകത്ത് ചില നിയോഗങ്ങൾ കൈമാറിയ ആ കാത്തിരിപ്പിനകത്ത് ശക്തിയെ പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. പത്രോസ് അതുവരെയും ഭയപ്പെട്ടിരുന്ന വിഷയമായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ തന്റെ മേൽ ആത്മാവിന്റെ ശക്തി പതിയുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ താൻ പുറത്തു വന്നു. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ പുറത്തു വരുവാൻ കഴിയാതെ നിന്നെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തിയ പലരുടെ വാക്കുകളെ നിന്നെ ഒതുക്കിക്കൊണ്ട് പലതിനകത്ത് നിന്നെ മൂടി വച്ച് കാണുമായിരിക്കാം. പക്ഷെ ആ കാത്തിരിപ്പിനകത്ത് നിന്റെ മേൽ കർത്താവ് ചിലത് പതിപ്പിച്ചുകൊണ്ട് നിന്നെ പുറത്തെടുക്കുന്ന ഒരു മാസമത്ര. ഹല്ലേലൂയ. ചിലതിന്റെ മുടന്തുകൾ മാറ്റുക, ചില അന്ധകാരത്തിൽ കിടക്കുന്ന, ചില പാപത്തിന്റെ ആകത്തിൽ കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. എന്ന് നീ ഭയപ്പെട്ടിരിക്കുവാനായിട്ടുള്ളവനല്ല, പലരുടെ വാക്കിനകത്ത് ഒതുങ്ങിയിരിക്കേണ്ടവനല്ല. ദൈവിക വാഗ്ദത്തമുള്ള നിന്നെ പലതിനകത്ത് ഒതുക്കി വച്ചുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നീ പുറത്തു വരാൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. നീ പുറത്തു വന്ന ചില വിടുതലുകൾ നടക്കും.
അതിനുവേണ്ടി ദൈവം നിന്റെ മേൽ ചിലത് പതിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നിന്റെ മേൽ ചിലത് പതിപ്പിച്ചു വയ്ക്കാൻ പോകുക. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും പരാജയപ്പെടുത്തി കളയാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മേൽ ചിലത് പതിപ്പിച്ചു തരും. ഹല്ലേലൂയ. നിന്റെ ശബ്ദത്തെ ദൈവം മാറ്റുവാനായിട്ടിടയായി തരും. അധികാരമുള്ളവനായി, അഭിഷേകമുള്ളവനായി, നിയോഗമുള്ളവനായിട്ട് കാത്തിരുന്ന നിന്നെ ദൈവം പുറത്തെടുക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനി നിന്നെ കൊണ്ട് ഒന്നിന് കഴിയത്തില്ല എന്ന് ലോകം നിന്നെ നോക്കി എഴുതി തള്ളിക്കാണുമായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ നോക്കി ലോകം പുറമായി എടുത്തു പോലെ പലതും പറഞ്ഞു കളഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നിന്നോട് ദൈവം കാത്തിരിക്കാൻ പറഞ്ഞതനുസരിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കാത്തിരുന്ന ദൈവ പൈതലേ സ്തോത്രം. നിന്നെ പുറത്തേക്ക് എടുക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. നിന്നെ കൂടെ ചില വിടുതലുകൾ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾക്കായി ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. കാരണം അതിനകത്ത് ഒത്തിരി മേഖലകളുണ്ട് സ്തോത്രം പ്രവർത്തിക്കുവാനായിട്ട്. നാം കാണത്തില്ല. നാം പറയും, ഞാൻ എത്ര നാളുകൊണ്ട് കാത്തിരിക്കുന്നു, എന്തേ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത? പക്ഷേ നാം കാണാത്ത ദൃശ്യമേഖലയിലും അദൃശ്യ മേഖലയിലും ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുക. ഹല്ലേലൂയ. നാം അത് കാണത്തില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ സ്തോത്രം, ഒരു ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞു ഉരുവാകുമ്പോ അത് കൺസീവായി എന്ന് സ്തോത്രം ആ സഹോദരി തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ആ സമയത്ത് ആ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് വെമ്പൽ കൊണ്ടു കഴിഞ്ഞാൽ ആ സഹോദരിക്ക് കാണാൻ കഴിയത്തില്ല. അവൾ 9 മാസവും 9 നായികയും 9 വിനാഗിരിയൊക്കെയും കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ കാത്തിരിപ്പ് ഒത്തിരി ചോദ്യങ്ങൾ കടന്നു വരും, ഒത്തിരി വേദനകൾ കടന്നു വരും. പക്ഷേ ആ വേദനകൾ ചുമക്കുമ്പോഴും ആ കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോഴും അവൾ പോലും അറിയാതെ ആ കുഞ്ഞ് ആ ഉദരത്തിനകത്ത് ഉരുവായി വന്നുകൊണ്ടിരിക്കുക. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും അതിന്റെ വളർച്ച ഹല്ലേലൂയ വളർന്നുകൊണ്ടിരിക്കുവാനായിട്ടിടയായിത്തീരും. അത് ഹല്ലേലൂയ പുറമേ നാം കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ ഒരു മാംസപിണ്ഡമായിട്ട് കിടക്കുക മാത്രമല്ല, അത് പുറത്തു വരണമെങ്കിൽ അത് ഒത്തിരി പ്രോസസ്സിങ്ങിൽ കൂടി ഒത്തിരി വളർച്ചയും പ്രാപിക്കണം. ഹല്ലേലൂയ. എന്താ മാത്രമേ ഒരു പൂർണ്ണ രൂപത്തോടു കൂടി പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, എന്തെങ്കിലും ഫാൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർമാർ പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്ന കുഞ്ഞിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പറയും, ഇത് അമ്മയുടെ കയ്യിൽ ഇപ്പം തരാനായിട്ട് കഴിയത്തില്ല. അവർ ഐസിയുലേക്ക് മാറ്റുവാനായിട്ടിടയായിത്തീരും. പ്രത്യേകമായി ചൂട് കൊടുക്കുവാനായിട്ടിടയായിത്തീരും. എന്താ, ആ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുവാനായിട്ടുള്ള ടൈമായില്ല. ഈ ലോകത്തെ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുവാനുള്ള ശക്തി പ്രാപിക്കത്തക്ക രീതിയിലുള്ള ടൈം അമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുവാൻ അതിന് കഴിഞ്ഞില്ല. അതിനു മുമ്പേ ചില സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഒരു നോർമൽ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ കുഞ്ഞിനെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കത്തില്ല. അതിന് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. പൂർണ്ണതയോടെ വെളിപ്പെടുവാൻ, അതിന്റെ പവിത്രതയോടെ വെളിപ്പെട്ടു വരണമെങ്കിൽ അവിടെ ഒരു കാത്തിരിപ്പുണ്ട്. ഡോക്ടർമാർ പറയും 2 ദിവസം കൂടെ നോക്കട്ടെ, 3 ദിവസം കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ടൈം അവർ മാറ്റിവെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അത് നോർമലോടെ പൂർണ്ണാരോഗ്യത്തോടെ ആ കുഞ്ഞ് പുറത്തു വരുവാനായിട്ടിടയത്തീരും. അതിനെ ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റുവാനോ ഐസിയിലേക്ക് മാറ്റുവാനോ ഹല്ലേലൂയ ഡോക്ടർമാർ ഹല്ലേലൂയ നമ്മോട് പറയുകയില്ല. കാരണം അതിനൊരു പൂർണ്ണതയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ പ്രിയ ദൈവ പൈതലേ, നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ട് അത് പുറത്തു വരുവാൻ വെമ്പൽ കൊള്ളുന്ന സമയമത്രേ. സ്തോത്രം. നീ പോലും അറിയാതെ അത് വളർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നീ ഗർഭം ധരിച്ചത് നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളൊരു വാക്കായിരിക്കാം. പക്ഷെ ആ അനുഗ്രഹം നിന്റെ ഉള്ളിൽ കിടന്നത് വളരുകയാ. സ്തോത്രം.
അത് പുറത്തു വരുന്നൊരു ടൈമുണ്ട്. അങ്ങനെ ഈ 10ാം മാസം ഞാൻ പറയട്ടെ, ചിലത് പുറത്തു വരാൻ പോകുക. സ്തോത്ര ഹല്ലേലൂയ. ചിലത് പുറത്തു വരാൻ പോകുക. ഇനി മൂടി വയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ അതിന് പിന്നെ ആർക്കും മൂടി വയ്ക്കാൻ കഴിയത്തില്ല. അത് അതിൻ്റെ ടൈമിൽ പുറത്തു വരും. അതുപോലെ നിന്റെ മേൽ കിടക്കുന്ന ചിലത് പുറത്തു വരാൻ പോകുക. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം നിന്നോട് ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞ നീ ഭാരപ്പെടണ്ട. നീ കാത്തിരുന്നാൽ അതിന്റെ വിടുതൽ നീ അനുഭവിക്കുവാനായിട്ട് ഇടയത്തീരും. അതിന്റെ നന്മ നീ കൊയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നീ മറ്റുള്ള മുമ്പിൽ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇവിടെ നമുക്ക് ആരംഭത്തിൽ ഞാൻ വായിച്ച ഭാഗത്ത് ശിമ്യോൻ കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയ ദൈവപൈതലേ, അനേകം പേരുടെ വിശ്വാസം തണുത്തു പോകുമ്പോ, അനേകം പേരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോ, സ്തോത്രം, വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടം ശിമ്യോന്മാർ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ശിമ്യോന്മാർ എഴുന്നേറ്റാൽ മാത്രമേ ചിലതിനെ കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അനേകം പേരുന്ന് തണുത്തു പോകിയ, സ്തോത്രം. അനേകം പേർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ പോകുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് നമുക്ക് നോക്കുമ്പോ ഈ ലോകത്തിലൊക്കെ ആയിരുന്നാലും പ്രത്യാശ ഈ ലോകത്തിൽ മാത്രം വയ്ക്കാതെ നമ്മുടെ പ്രത്യാശ യേശു കർത്താവ് നമ്മെ ചേർക്കാൻ മടങ്ങി വരും എന്നത്രേ. യേശു കർത്താവ് പറഞ്ഞാൽ പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങൾ നോക്കി പാർക്കുമ്പോ അനേകം പേര് ക്ഷീണിച്ചു പോകുക, അനേകം പേര് വിശ്വാസത്തിൽ നിന്ന് തണുത്തു പോകുക. പക്ഷെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ ആകരുത്. സ്തോത്രം. ബുദ്ധിമുള്ള കന്യമാരെ പോലെ വിളക്കിൽ എണ്ണയോട് കൂടി കാത്തിരിക്കുന്നവർ ആയി ഞാനും നിങ്ങളും മാറ്റപ്പെടണം. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം. 10 പേർ കാത്തിരുന്നു, 5 പേർ വിളക്കിൽ എണ്ണയോട് കൂടി കാത്തിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നോക്കണം, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര ആയിരിക്കുന്നത്. നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കാൻ, ഈ എത്ര കാലം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. നാം വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് അധികം താമസിക്കത്തില്ല എന്ന്, അധികം വിദൂരമല്ല എന്ന് ലോക സംഭവ വികാസങ്ങൾ നമ്മെ വിളിച്ച് കാണിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ദൈവത്തിന്റെ വചനം മറ കൂടാതെ അതേ അനുസരിച്ച് നിറവേറിക്കൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങൾ ഒരുക്കപ്പെടണം. ഞാനും നിങ്ങൾ കാത്തിരിക്കണം. നിനയാത്ത നായിക മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ, നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്ന് തിരുവചനത്തിൽ കാണുന്നുവെക്കെ നാം ഉണരേണ്ട സമയമത്രേ. നാം ഹല്ലേലൂയ ഒരുങ്ങേണ്ട സമയമത്രേ. നാം കാത്തിരിക്കണം. ഹല്ലേലൂയ. വിളക്കോട് കൂടി എണ്ണയും കരുതിക്കൊണ്ട് കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടം അത്രേ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ആഗതമായി കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ഒരുങ്ങാമെന്ന് പറഞ്ഞ്, പിന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് നാം സമയത്തെ വെറുതെ കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. നാം കാത്തിരിക്കേണ്ട സമയമത്രേ. ഹല്ലേലൂയ. ചിലത് പ്രാപിക്കേണ്ടതിനായിട്ട്, ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കേണ്ടതിനായിട്ട് നാം കാത്തിരിക്കുവാനായിട്ട് ഇടയത്തിന്. ഹല്ലേലൂയ. ചിലത് കാണേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തലന്മാർ ഹല്ലേലൂയ അവർ കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ മേൽ ശക്തി പകർന്നതുപോലെ പ്രിയ ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന് കാത്തിരുന്ന നിന്റെ മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുമായി നീ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നിന്റെ മേൽ കിടക്കുന്ന ഹല്ലേലൂയ ദൈവീയ വാഗ്ദത്തങ്ങൾ പൊട്ടി പുറത്തു വന്നുകൊണ്ട് നീ ചിലതിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുക. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിച്ചത് നിന്റെ മേൽ ശക്തി വന്നിട്ട് ഹല്ലേലൂയ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. സ്തോത്രം. പെട്ടെന്ന് ചാടിക്കയറി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനായി ഞാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് നമ്മോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ചിലതിനു വേണ്ടി കാത്തിരിക്കണം.
എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അനേകം ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോ, യൗവനക്കാർ ഇടറി വീഴുമ്പോ, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് ഒരിടത്തും എത്തുവാൻ കഴിയത്തില്ല. പക്ഷെ കാത്തിരിക്കുന്നതിന്റെ മേൽ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ അവന്റെ മേൽ നിയോഗങ്ങൾ കൈമാറുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നീ കാത്തിരുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നീ പുറത്തു വരുന്ന സമയമത്രേ. നീ ചില ബൗണ്ടറികൾ പൊട്ടിച്ച്, ഹല്ലേലൂയ, നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ നീ ഉയർച്ചയിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, നീ പറന്നു ഉയരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമത്രേ. ഹല്ലേലൂയ. അതെ, ഇനി വാഗ്ദത്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ട സമയമല്ല. അതേ, സ്തോത്രം, 1-ാം മാസത്തിൽ നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ഈ വർഷം നിറവേറുമോ കർത്താവേ എന്ന് ചോദിച്ചു കൊണ്ടായിരിക്കും ഈ 10-ാം മാസത്തിന്റെ ആരംഭത്തിൽ നീ കാലെടുത്തു വെച്ചത്. പക്ഷെ ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, നീ ചിലത് പ്രാപിക്കും. ഹല്ലേലൂയ. നീ ചിലത് കാണും. നിന്റെ കരത്തിൽ ചിലത് എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി നീ കാത്തിരുന്ന് ക്ഷീണിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തോട് പറഞ്ഞ ചില ദൈവിക വാഗ്ദത്തങ്ങൾ അത് നിറവേറുന്ന ഒരു സമയം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരുന്ന് ക്ഷീണിച്ചോ? മനസ്സ് മുരടിച്ചു പോയോ? മനസ്സിന് മന്ദത കടന്നു വന്നിട്ടുണ്ടോ? പറയുക ഈ പകൽക്കാലത്തിൽ, ഇല്ല, എന്റെ വാഗ്ദത്തത്തിന്റെ സമയമത്രേ, എന്റെ വാഗ്ദത്തത്തെ നിവർത്തിയുടെ സമയമത്രേ, ഞാനത് പ്രാപിക്കും. ഹല്ലേലൂയ. എന്ന് തീരും എന്റെ കഷ്ടത എന്ന് ചോദിക്കുന്നില്ലേ? എന്ന് തീരും എന്റെ വേദന എന്ന് ചോദിക്കുന്നില്ലേ? ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ സമയമായി. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവെറുപ്പില്ലാത്ത, നിന്നയില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു കർത്താവിന്റെ വരവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ സമയമായി. അനിത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ സമയമായി. പ്രിയതേ മക്കളെ, സ്തോത്രം. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി തീർന്നു. ഈ ലോകത്ത് നിനക്ക് കഷ്ടതയുണ്ട്, ശരിയാ, വേദനയുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ കൊണ്ട് തീരുന്ന ഒന്നല്ല. കർത്താവ് പറഞ്ഞു, എന്റെ വരവിനായി കാത്തിരിക്ക, ഞാൻ പോയതുപോലെ വരും. ഹല്ലേലൂയ. കർത്താവ് വരത്തില്ല എന്ന് പറഞ്ഞില്ല. കർത്താവ് വരും. കർത്താവ് വേഗത്തിൽ വരും. നമ്മുടെ പ്രാണപ്രിയ നമ്മെ ചേർക്കും, വേഗത്തിൽ വരും. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം നീ തളർന്നു പോകാനല്ല, നീ ക്ഷീണിച്ചു പോകാനല്ല കർത്താവ് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടു വന്നത്. ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ കർത്താവ് നിനക്ക് വേണ്ടതൊക്കെ തരുവാനായിട്ടിടെ തരും. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒന്നിനും മുടക്കം വരുത്തുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ശിമോൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ മരണം കാണുകയില്ല. ചില മരണഭീതികൾ ചിലരുടെ ഉള്ളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുകയാ. ചില വാഗ്ദത്തങ്ങൾ കാണുന്നതിന് മുമ്പേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭീതി പരിശുദ്ധാത്മാവെന്നോട് പറയാൻ പറയുന്നു. ആ ഒരു അനുഭവത്തെ കർത്താവിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. നിന്നോട് നിന്റെ തലമുറ ചില നന്മയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് തന്നെ അത് കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ നിന്റെ തലമുറയുടെ നന്മയെ കാണിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരോ ഉള്ളിയിരുന്ന് പറയുന്നത് പോലെ നിനക്കിത് കാണാൻ കഴിയത്തില്ല. തലമുറയുടെ നന്മകൾ അനുഭവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ചില ചോദ്യങ്ങൾ പോലെ കടന്നു വരുന്ന ചില വിഷയങ്ങൾ കർത്താവിന് പകൽക്കാലം എടുത്തു മാറ്റുകയാ. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെടുന്നത്, ചില ഉയർച്ചകൾ വെളിപ്പെടുന്നത്, നിന്റെ തലമുറകൾ ചിലടത്ത് എത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ലോകം പറയുന്നുണ്ടായിരിക്കാം, നിന്റെ തലമുറയുടെ നന്മകൾ നീ കാണത്തില്ല, നിനക്കത് അനുഭവിക്കാനായിട്ടുള്ള യോഗ്യതയല്ല. നോ. ഹല്ലേലൂയ. നിന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ ദയ നിനക്ക് വേണ്ടി ദീർഘിപ്പിക്കുവാനായിട്ടിടയത്തിനും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഭീതികൾ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. എനിക്ക് കാണാൻ കഴിയുമോ? എനിക്കത് അനുഭവിക്കുവാൻ കഴിയുമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മൂടുപടം പോലെ ഇട്ട്
നിങ്ങൾ അതിനകത്ത് ഒതുക്കുന്ന ചില മേഖലകളെ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാ. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമത്രേ. ഹല്ലേലൂയ. വാഗ്ദത്ത നിവൃത്തിയുടെ സമയമത്രേ. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരേണ്ടതിനായിട്ട് ജാഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം കൽപ്പിച്ചു, അതങ്ങനെ സ്ഥാപിതമായി. അങ്ങനെ നിന്നോട് കൽപ്പിച്ച ദൈവിക അരുളപ്പാടുകൾ ഹല്ലേലൂയ എന്റെ ദൈവം നിവൃത്തീകരിക്കുന്ന ഒരു സമയമത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരുടെ ഉള്ളങ്ങളിൽ തട്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സ്തോത്ര. നിന്റെ ടൈം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇനി അത് പ്രാപിക്കത്തക്ക രീതിയെ നിന്നെ കരം പിടിച്ച് കയറ്റുന്ന ഒരു സമയമത്രേ. ഹല്ലേലൂയ. നീ ആ വാഗ്ദത്തത്തിന് ഒത്തിരി അകന്ന് കിടക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ എന്റെ ദൈവം തമ്പുരാൻ അതിലേക്ക് നിന്നെ വലിച്ചടിപ്പിക്കും. ഇനി അകന്നു മാറാൻ ദൈവം അനുവദിക്കത്തില്ല. അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്പ്പിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അതേ, ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ ചുറ്റിച്ചു കളഞ്ഞ ചില മേഖലകൾ കാണുമായിരിക്കാം. മാറ്റി മാറ്റി വിട്ട മേഖലകൾ കാണുമായിരിക്കാം. സ്തോത്രം. ഇറങ്ങി തിരിച്ചപ്പത്തന്നെ ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ട് കാണുമായിരിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇത് നിന്റെ സമയമത്രേ. ഹല്ലേലൂയ. നിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാനിരിക്കുന്ന ടൈം അത്രേ. സ്തോത്രം. അതിനെ ആർക്കും മൂടി വയ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ചില മൂടുപടങ്ങൾ മാറ്റിയിട്ട് കർത്താവ് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക. നീ അത് കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിമോൻ പറഞ്ഞതുപോലെ എന്റെ കണ്ണു കണ്ടുവല്ലോ. ഹല്ലേലൂയ. അതെ, നീ അത് പറയത്തക്ക രീതിയിൽ, അങ്ങനെ ഒരു സാക്ഷി പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയട്ടെ. സ്തോത്രം. കാത്തിരിക്കുന്നവർ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. ഇത് നിന്റെ ടൈം, റൈറ്റ് ടൈമിലാണ് വന്ന് നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അതിനെ ആർക്കും തടയാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക കരുതലുകൾ, ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാൽ ദൈവം നമ്മെ ഒരുക്കും, ദൈവം നമ്മെ ബലപ്പെടുത്തും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. 9 മാസമായി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഇവര് കേട്ട ചില ദൈവിക ശബ്ദങ്ങൾ, അരുളപ്പാടുകൾ ഈ 10ാം മാസത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ അത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സമയമാട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കർത്താവേ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങൾക്കിത് കാണാൻ പറ്റുമോ, ഞങ്ങൾക്കിത് അനുഭവിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ അകത്തളത്തിൽ നിന്ന് ഉയരുമ്പോ പരിശുദ്ധാത്മാവേ ഇതിവരുടെ കണ്ണുകൊണ്ട് കാണട്ടെ, അവരുടെ കരം കൊണ്ട് അത് എടുക്കട്ടെ, അതവർ അനുഭവിക്കട്ടെ. കർത്താവേ, കാത്തിരുന്നവനെ ലജ്ജിപ്പിക്കാത്ത കർത്താവ്, ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ കാത്തിരുന്ന അങ്ങയുടെ ജനത്തിന്റെ നടുവിൽ ആ വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ മറകൾ മാറി പുറത്തു വരട്ടെ. ഇതിവരുടെ ടൈമായി തീരട്ടെ. വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഇവരെ കരം പിടിച്ച് കയറ്റുന്നതിനായി സ്തോത്രം. ഈ സ്തോത്രം 10ാം മാസം കർത്താവേ, ഇവർ ചിലത് അനുഭവിക്കട്ടെ, ഇവർ ചിലത് പ്രാപിച്ചു എന്ന് പറയുക, എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുക, എന്റെ കരത്തിൽ ചിലത് അനുഭവിച്ചു എന്ന് പറയുക. സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഇവരെ ജയോത്സവത്തോടെ വഴി നടത്തണമേ. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ തന്റെ ജനത്തെ നിറച്ച് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി ഇവരെ അനുഗ്രഹിക്കുന്ന മാസമാക്കി അങ്ങ് തീർക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.